കണ്ണൂർ ശ്രദ്ധിക്കണം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. 14 മാത്രമല്ല എന്നുള്ളതാണ് കേരളത്തിൽ വളരെ കൗതുകകരമായ ചിത്രമാണ്. UDF പിടിച്ചാൽ അത് ചരിത്രമാണ്. കണ്ണൂർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട്ട് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 10 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF ലീഡ് ചെയ്യുന്നു. 7 LDFന്റെ ലീഡ് നില. UDF ലീഡ് ചെയ്യുന്ന വേഗത്തിൽ പറയാൻ തോന്നുന്നു അല്ലേ? ഇടച്ചേരി, നാദാപുരം, കായക്കൊടി UDF, മുഖേരി, പേരാമ്പ്ര LDF, മേപ്പയൂർ ഉള്ളിയേരി UDF, പനങ്ങാട് LDF, കോടഞ്ചേരി UDF, പന്തീരാങ്കാവ് UDF, കടലുണ്ടി UDF, നരിക്കുനി UDF ലീഡ് ചെയ്യുന്നു. കാക്കൂർ UDF ലീഡ് ചെയ്യുന്നു. കാക്കൂർ LDF ലീഡ് ചെയ്യുന്നു. അത്തോളി LDF ലീഡ് ചെയ്യുന്നു. അരിക്കുളത്ത് UDF, പയ്യോളി അങ്ങാടി UDF, ചോറോഡ് LDF. ഇതാണ് ചിത്രം. മാറുകയാണോ UDF? അവിടെ വലിയൊരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ തിരിച്ചുവരവെന്ന് പറയാൻ കഴിയില്ല. ആദ്യമായി മാറുന്നു. എണ്ണി തുടങ്ങുമ്പോൾ മാറുമായിരിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് LDFനെ കൈവിടുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ LDFനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയൊന്നുമല്ല, ചരിത്ര പരാജയം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. മറ്റ് ചില രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് പറയാനുള്ള പാലായിലൊക്കെ നടക്കുന്നുണ്ട്. പാലായിൽ വലിയ സസ്പെൻസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 4ാം റൗണ്ട് അതിനിർണായകം എന്നൊരു വിവരമാണ് അവിടെ നിന്ന് ഷിനോജ് നൽകുന്നത്. LDF 7 ലീഡ് ചെയ്യുന്നു. LDF 8 ലീഡ് ചെയ്യുന്നു. UDF 7 ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 4. ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി വീണ്ടും മാറുമോ പാല? ഷിനോജ്, പാല ജോസ് കെ മാണിക്ക് നഷ്ടമാകുമോ മുനിസിപ്പാലിറ്റിയും? അവസാന വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ പാല ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുള്ളൂ. നിലവിൽ ഇപ്പോൾ സസ്പെൻസിലാണ്. കട്ടയ്ക്ക് മത്സരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആദ്യത്തെ 3 റൗണ്ട് എണ്ണി വരുന്ന സമയത്ത് UDFന് ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. കാരണം അവർക്കുണ്ടായിരുന്ന സീറ്റുകൾക്കൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ 4ാം റൗണ്ട് എന്ന് പറയുന്നത് 19 മുതൽ 24 വരെയുള്ള ഇപ്പോൾ ഈ മായ രാഹുൽ ഒറ്റ വോട്ടിന് ലീഡ് ചെയ്യുന്ന മായ രാഹുൽ ആരാണ്? UDF വിമതയായിട്ട് മത്സരിക്കുന്ന ആളാണ് മായ രാഹുൽ. നേരത്തെ കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു. നിലവിൽ ഇപ്പോൾ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ വിമതയായി മത്സരിക്കുന്ന മായ രാഹുൽ അവിടുത്തെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് തോൽപ്പിച്ചിരിക്കുന്നത്. ഒരു വോട്ടിന് നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. മായ ജയിച്ചു കഴിഞ്ഞു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് 4ാം റൗണ്ടാണ് UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച റൗണ്ട് എന്ന് പറയുന്നത്. 19 മുതൽ 24 വരെയുള്ള റൗണ്ട്. പക്ഷേ ആ റൗണ്ടിൽ കാര്യമായി തിരിച്ചടി UDFന് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 20-21 വാർഡുകൾ, ആ വാർഡുകളിൽ നിലവിൽ ഇപ്പോൾ LDF വിജയിച്ചിരിക്കുന്നു. ഇനിയുള്ള 3 വാർഡുകൾ 22, 23, 24 ഈ 3 വാർഡുകളുടെ ഫലമാകും പാലാ നഗരസഭയുടെ വിധി തീരുമാനിക്കുക. പാലാ നഗരസഭ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് മായ രാഹുൽ 166 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്.